അങ്ങനെ ആ രഹസ്യം പുറത്തായി. ഇന്ത്യ കയറി മേഞ്ഞിരിക്കുകയാണ്. എവിടെയാണ്? പാകിസ്ഥാനിൽ. കാരണം പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് എന്താണ് ഇന്ത്യയോട് പറഞ്ഞിരുന്നത്? ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ഈ ആണവായുധം ഞങ്ങൾ പ്രയോഗിക്കുമെന്നാണ്. ഇന്ത്യയുടെ ജനങ്ങളൊക്കെ ഇത് പാകിസ്ഥാൻ്റെ വെറും ജൽപ്പനമായിട്ടാണ് കണ്ടത്. പക്ഷേ ഇന്ത്യൻ സർക്കാരിന് എങ്ങനെ കാണാൻ സാധിക്കില്ല, പട്ടാളത്തിന് എങ്ങനെ കാണാൻ സാധിക്കില്ല, നേവിക്കോ എയർഫോഴ്സിനോ അങ്ങനെ കാണാൻ സാധിക്കില്ല. കാരണം പാകിസ്ഥാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ചെയ്തിരിക്കും. കാരണം അവിടെ കൃത്യമായിട്ട് ഭരണമില്ല, ഇസ്ലാമിക ഭരണമാണ്. കാരണം കണ്ണിൽ ചോരയില്ലാത്തവന്മാരാണ്. ഇന്ത്യക്കകത്ത് ഒരു മിസൈൽ അടിച്ചിട്ടാൽ അല്ലെങ്കിൽ ഒരു ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണത്തെ ഒന്ന് കുലുക്കാൻ അവർക്ക് സാധിക്കും. കാരണം നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു ആണവ ബോംബ് വന്ന് വീണു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷം അത് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാക്കും. പ്രതിപക്ഷത്തിന് അത് സന്തോഷമാകും. പോരാത്തതിന് ഇന്ത്യയുടെ ആഭ്യന്തരമായി ഇന്ത്യയെ ഒന്ന് പിടിച്ചു കുലുങ്ങും, ഇന്ത്യയുടെ മാർക്കറ്റ് ഫോഴ്സ് ഒന്ന് ഡൗൺ ആവും. പോരാത്തതിന് നമ്മുടെ ഭരണം, സുസ്ഥിരമായിട്ടുള്ള ഭരണം ഒന്ന് ആടി ഉലയും, ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങൾ നമ്മുടെ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെടും. ഇതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ പാകിസ്ഥാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ അത് ചെയ്യും, പാകിസ്ഥാൻ ആണവായുധങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കേണ്ടത് കൊടുത്തു. പാകിസ്ഥാനെയും ലോകരാജ്യങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് കിരാണ കുന്നുകളിൽ ഇന്ത്യ അടിച്ച് തകർത്തു എന്നുള്ളതാണ് നമുക്ക് ആ സമയം ലഭിച്ച റിപ്പോർട്ട്. എന്നാൽ ആ സമയത്ത് നമ്മുടെ എയർഫോഴ്സിൻ്റെ ചീഫായിട്ടുള്ള അദ്ദേഹം വന്ന് പറഞ്ഞത്, കിരാണ കുന്നുകളിൽ ഞങ്ങൾ അടിച്ചിട്ടില്ല, നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾ കിരാണ എന്ന് പറഞ്ഞൊരു ഹിൽസിൽ അവിടെ ഒരു ആണവായുധ ശേഖരം ഉണ്ടെന്ന് പോലും അറിയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തൊട്ടടുത്തിരിക്കുന്ന നേവൽ ചീഫിനെയും ഇപ്പുറത്തിരിക്കുന്ന ആർമി ചീഫിനെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അദ്ദേഹം എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. ഇന്ത്യയും പറഞ്ഞു ഞങ്ങളങ്ങനെ അടിച്ചിട്ടില്ല, ഞങ്ങളങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ലായിരുന്നു സത്യം എന്നുള്ളത് ലോക രാജ്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. കാരണം അവർക്കറിയാം അവിടെ ഉണ്ടായ പ്രശ്നത്തിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളമാണെന്ന്. പാകിസ്ഥാൻ്റെ നട്ടെല്ലാണ് അടിച്ച് ഇന്ത്യ ഒടിച്ചിരിക്കുന്നത്. ഇനി പാകിസ്ഥാൻ ആണവായുധം കാണിച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. ലോക രാജ്യങ്ങളെല്ലാം തന്നെ കിടുങ്ങിയിരിക്കുകയാണ്. കാരണം ലോക രാജ്യങ്ങൾ നോക്കുമ്പോൾ ഒരാണവായുധമുള്ള രാജ്യം വേറൊരു ആണവായുധമുള്ള രാജ്യവുമായിട്ട് ആണവ യുദ്ധത്തിൽ ഏർപ്പെടരുത് എന്ന് കൃത്യമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് മറികടന്ന് ഇന്ത്യ ഇത് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യ ഇത് ചെയ്തതിനെ വിമർശിക്കാൻ ഒരു ലോകരാജ്യങ്ങൾക്കും പറ്റുന്നുമില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇന്ത്യ ഇത് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ അത് ആ സമയം സമ്മതിച്ചില്ല. നിലവിൽ ഇപ്പോൾ ലോകരാജ്യങ്ങൾ അത് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. മെയ് മാസത്തിൽ പാകിസ്ഥാനെ കിരാന കുന്നുകൾ ആക്രമിക്കുന്ന വാർത്ത ഇന്ത്യൻ സർക്കാർ നിഷേധിച്ച് 2 മാസത്തിന് ശേഷം 2025 ജൂണിലെ ഏറ്റവും പുതിയ ഗൂഗിൾ എർത്ത് ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നത് ഇന്ത്യ തന്ത്രപരമായി സെൻസിറ്റീവായ ഈ സ്ഥലത്തെ ലക്ഷ്യമിട്ടു എന്ന് തന്നെയാണ്. 2025 ജൂണിൽ പകർത്തിയ പാകിസ്ഥാനിലെ സർഗോദ മേഖലയിലെ ഗൂഗിൾ എർത്തിൽ നിന്നുള്ള ഇമേജറി അപ്ഡേറ്റ് കാണിക്കുന്നത് 2025 മെയ് മാസത്തിൽ കിരാന കുന്നുകൾ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൻ്റെ ആഘാത ആസ്ഥാനം കാണിക്കുന്നു. 2025 മെയ് മാസത്തിൽ ഇന്ത്യയുടെ ആക്രമണത്തിന് ശേഷം സർഗോദ വ്യോമത്താവളത്തിലെ റൺവേകൾക്ക് കേടുപാടുകൾ ഉണ്ടായതായി കാണിക്കുന്നു. അത് പാകിസ്ഥാൻ നന്നാക്കിയതായി കാണിക്കുന്നു. പ്രശസ്ത സാറ്റലൈറ്റ് ഇമേജ് അനലിസ്റ്റും ജിയോ ഇൻ്റലിജൻസ് ഗവേഷകനുമായിട്ടുള്ള ഡാവിയൻ സൈമൺ ആണ് ഇത് വെളിപ്പെടുത്തിയത്. അദ്ദേഹം എക്സിൽ പറയുന്നത് 2025 ജൂണിലെ ഗൂഗിൾ എർത്ത് ചിത്രങ്ങൾ കിരാന കുന്നുകളിൽ ഇന്ത്യൻ ആക്രമണത്തിൻ്റെ ആഘാതം വ്യക്തമായി കാണിക്കുന്നു എന്ന് തന്നെയാണ്. ഇതോടൊപ്പം സർഗോദ എയർബേസിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്ത റൺവേയും വ്യക്തമായി കാണാം. നമുക്കറിയാം പാകിസ്ഥാനിലെ സർഗോദ കുന്നിൽ സ്ഥിതി ചെയ്യുന്ന കിരാന കുന്നുകൾ, സർഗോദ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കിരാന കുന്നുകൾ ഇവിടെ പാകിസ്ഥാൻ്റെ ആണവായുധ പദ്ധതിയുടെ ശക്തി കേന്ദ്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ ഭൂഗർഭ സംഭരണ സൗകര്യങ്ങൾ, തുരങ്കങ്ങൾ, റഡാർ സ്റ്റേഷനുകൾ എന്നിവ ഉണ്ടെന്ന് പറയപ്പെടുന്നു. 1980കളിലും ഇവിടെ ആണവ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. സർഗോദ വ്യോമത്താവളത്തോടുള്ള സാമീപ്യം അവിടെ അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഈ കിരാന കുന്നുകളെ സമ്പൂർണ്ണമായിട്ട് നിർവീര്യമാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം വിജയിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം അവിടെ കിരാന കുന്നുകളിൽ ന്യൂസ് ഇന്ത്യ മലയാളമാണ് ആ വാർത്ത ആദ്യമായി കൊടുത്തത്. ഈ വാർത്ത നമ്മൾ സ്ഥിരീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ കിരാന കുന്നുകളിൽ അടി കഴിഞ്ഞ ശേഷം ന്യൂക്ലിയർ കൺട്രോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അമേരിക്കയുടെ കീഴിലുള്ള. അവരുടെ ന്യൂക്ലിയർ റിയാക്ടർക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയാൽ, അണുവികിരണം ഉണ്ടായാൽ അതിൽ നിന്ന് പെട്ടെന്ന് അതിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു വിമാനം അവിടെ പറന്നിറങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. പോരാത്തതിന് ഈജിപ്തിൽ നിന്ന് ന്യൂക്ലിയർ റിയാക്ടറുകൾ ആണവ വികിരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അടയ്ക്കാനുള്ള ബോറോൺ എന്ന് പറയുന്ന ഒരു മിനറലുണ്ട്. ആ മിനറൽ ഈജിപ്തിൽ ധാരാളമുണ്ട്. ആ വിമാനവും അവിടെ പറന്നിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈജിപ്റ്റ് അവിടെ വരുന്നതിന് മുമ്പ് നമ്മുടെ വിദേശകാര്യമന്ത്രി വിളിച്ച് ഈ കാര്യം പറഞ്ഞിട്ടാണ് അവിടെ വന്നിറങ്ങിയത് എന്നുള്ളതാണ് നമ്മളത് സ്ഥിരീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ അത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കിരാന കുന്നുകളിൽ ഇന്ത്യ അടിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.